രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വല്ലാത്ത ധർമ്മ സങ്കടത്തിലായി സച്ചിയും രേവതിയും. കാരണം ഒന്നും രണ്ടുമല്ല, 5 ലക്ഷം രൂപയാ പോയിരിക്കുന്നത്. അത് മോഷ്ടാക്കള് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതിനിപ്പോ എങ്ങനെ എവിടുന്ന് സംഘടിപ്പിക്കാ തുക? രേവതിക്ക് അത് ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് വിഷമം. 8.25 ലക്ഷത്തിന്റെ ഓർഡർ പോയിട്ടുണ്ടെങ്കിൽ തനിക്കിനി അങ്ങനെ ഒരു ഓർഡർ കിട്ടാനും പോകുന്നില്ല. തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും അവർക്ക്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത രേവതിയെ സച്ചി സമാധാനിപ്പിച്ചു. നീ സങ്കടപ്പെടാതിരിക്കുക, പൈസയല്ലേ പോയുള്ളൂ, നിനക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല, അതന്നെ ഭാഗ്യം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ലക്ഷ്മിയമ്മയും ദേവും ശരത്തൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ്. അപ്പൊ 3 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കണമെന്ന് രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂന്ന്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്റെ മോളെ ഇതെന്താ, നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചോണ്ട് കെട്ടിപ്പിടിച്ച് കരയാണ്. അമ്മ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ദേവ് പറഞ്ഞു, എന്താ ചേച്ചി, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു, അത് ഇനിയിപ്പോ ആന്റണിയുടെ ആൾക്കാർ വല്ലതാണോ? അങ്ങനെ ആവാനായിട്ട് വഴിയില്ല. മിക്കവാറും രേവതിയെ വെല്ലുവിളിച്ച് അവരാണ്, ആ സ്ത്രീയാണ്, അവരുടെ ആൾക്കാരെങ്ങാനും ആവാനാണ് ചാൻസ്. ആ ഹേമയുടെ ആൾക്കാര്, എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരാവാനുള്ള സാധ്യത കൂടുതലാണ്. രേവതി പറഞ്ഞു, സച്ചേട്ടാ അതിന് നമുക്ക് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ഉറപ്പും ഇല്ലല്ലോ, അവരാ എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അങ്ങനൊന്നും പറയണ്ട രേവതി, അവർക്കല്ലേ നിന്നോട് വാശിയും വൈരാഗ്യം ഉള്ളത്. ഒരു പക്ഷെ ഈ ഓർഡർ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, നിനക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാലും അവരെങ്ങനെ അറിഞ്ഞു നീ പണമായിട്ട് പൂക്കടയിലേക്ക് പോവുക എന്നുള്ള കാര്യം? അതാ എനിക്ക് മനസ്സിലാകാത്ത. രേവതി പറഞ്ഞു, സച്ചേട്ടാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചേട്ടന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൂക്കടല ചേട്ടന്. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നില്ല. അല്ലാതെ തന്നെ അവന്മാരെ പിടികൂടണം, എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കംപ്ലൈന്റും കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പണം തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ശരത്ത് പറഞ്ഞു, അങ്ങനെയാണ് സച്ചേട്ടാ ഞാനും വരാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതെനിക്ക് തന്നെ മാനേജ് ചെയ്യാവുന്നുള്ളൂ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ലക്ഷ്മി അമ്മയൊക്കെ സമാധാനിപ്പിക്കുക. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിക്കൊണ്ട് അവന്മാർ പോയിട്ട് ഹേമയെ വിളിക്കുന്നുണ്ട്. പണമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉദ്ദേശിച്ച പല കാര്യങ്ങൾ നടന്നല്ലോ, ഇനി ഇപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, അവൾക്ക് ആ ഓർഡർ നഷ്ടപ്പെടും, ഓർഡർ കിട്ടാനായിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെയൊരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ. കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയും ദേവും ഒക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ അവര് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ വീട്ടിൽ പോകാം, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ 1-2 മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ഞാനത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി മെഡിസിൻ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴാണ് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. പൂക്കടല്ല ചേട്ടന. രേവതിക്ക് ഭയങ്കര സങ്കടമായി. ചേട്ടന് ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ രേവതി കോൾ എടുത്തു. പറഞ്ഞു കേട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, രേവതി ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? അതെ, അഡ്വാൻസ് കൊടുക്കാനുള്ള പണം കിട്ടി കിട്ടുമെന്ന് പറഞ്ഞു. പണം കിട്ടിയെന്നോ? ചേട്ടൻ എന്നെ തന്നെയല്ലേ വിളിച്ചേ? അതെ, രേവതി തന്നെ വിളിച്ചേ. അല്ല, പണം അതെങ്ങനെ കിട്ടി? ആര് കൊണ്ടേ തന്നു? അതൊരു സ്ത്രീയാ കൊണ്ടേ തന്നെ. സ്ത്രീയോ? അതെ, എനിക്ക് കൂടുതലായിട്ടൊന്നും അവരെ കുറിച്ച് അറിയത്തില്ല. രേവതിക്ക് വേണ്ടിയിട്ട് കൊണ്ടേ തന്ന അഡ്വാൻസ് പേയ്മെന്റ് 5 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. പൂവിന്റെ. എനിക്ക് വേണ്ടിയിട്ടോ? അങ്ങനെ ആര് കൊണ്ടേ തരാനാ? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് വല്ലാത്തൊരു ഞെട്ടലായി. തനിക്ക് വേണ്ടിയിട്ട് ആരായിരിക്കും ആ പൂക്കട കൊണ്ട് പണം കൊടുത്തിട്ടുണ്ടായിരിക്കുക? രേവതിക്ക് വല്ലാത്തൊരു ഞെട്ടല്. അപ്പോഴേക്കും സച്ചി മെഡിസിൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. സച്ചിയോട് രേവതി കാര്യം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അതാരായിരിക്കും പണം കൊണ്ടേ കൊടുത്തേ? എനിക്കറിയില്ല സച്ചേട്ടാ, ആരാ കൊണ്ടേ കൊടുത്തേ? അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അല്ല, അയാൾക്ക് അറിയത്തില്ലേ? ആ ചേട്ടൻ എങ്ങനെ അറിയുന്നേ? സ്ത്രീയാ കൊണ്ടേ കൊടുത്തേന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും പുള്ളിക്കാരനും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സച്ചിക്കും രേവതിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒടുവിലെ സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് വരുക. അപ്പൊ രേവതിയുടെ പണം മോഷണം പോയി, രേവതി ഹോസ്പിറ്റലാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തുള്ളിച്ചാടണം തോന്നിയായിരുന്നു. കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്ര പെട്ടെന്ന് ഹേമ പണം അടിച്ചു മാറ്റും എന്നുള്ള കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ അവൾക്ക് ഓർഡർ കിട്ടത്തില്ലല്ലോ എന്നൊരു സന്തോഷമായിരുന്നു മനസ്സെന്നറിയും. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് സച്ചിയും രേവതിയും കൂടെ വന്നു. അവര് വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഇറങ്ങിച്ചെന്നു. മോളെ, എനിക്കറിയാം നിന്റെ സങ്കടം എന്താന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പണം സൂക്ഷിക്കണമെന്ന്. അച്ഛാ, ഞാൻ സൂക്ഷിച്ചാ പോയത്, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ആരോ കരുതി കൂട്ടി ചെയ്താന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ,
മനഃപൂർവ്വം രേവതിയുടെ കയ്യിൽ ആ പണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ആരോ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ. രേവതിക്ക് ആ ഓർഡർ കിട്ടല് ആ പണം അടിച്ചു മാറ്റിയവരുടെ ഉദ്ദേശം അതായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞോണ്ട് ഇവളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് ആരറിയാനായിട്ടാ? ചിലപ്പം വല്ല കള്ളന്മാരും പിന്നാലെ വന്ന് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവള് വല്ല ഫോൺ വിളിച്ചോണ്ടൊക്കെ ആയിരിക്കും പോയത്, ഓട്ടോറിക്ഷ കയറിയൊക്കെയല്ലേ പോയത്, അപ്പൊ ഓട്ടോക്കാരനൊക്കെ പറഞ്ഞു കൊടുത്തായിരിക്കും എന്നൊക്കെ ചന്ദ്രമതി ഒരു കള്ളത്തരം അങ്ങ് തട്ടി വിടുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ, ഓർഡർ നഷ്ടപ്പെട്ടില്ലേ? സച്ചി പറഞ്ഞു, ആര് പറഞ്ഞു ഓർഡർ നഷ്ടപ്പെട്ടെന്ന്? അതെ, കൃത്യസമയത്ത് തന്നെ പണം അടച്ചെന്ന് പറഞ്ഞു, അഡ്വാൻസ് പേയ്മെന്റ്. അതെങ്ങനെയാ എന്താന്നും അറിയില്ല എന്ന് പറഞ്ഞു. എടാ അതെങ്ങനെ ശരിയാവും? രേവതിയെ ആ പൂക്കടക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരോ ചെന്ന് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തെന്നാ പറഞ്ഞേ. അതാരാ മോളെ അങ്ങനെ കൊടുക്കാനായിട്ട്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അവിടേക്ക് ഈച്ച വരുന്നത്. ഈച്ച വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. അപ്പൊ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈച്ചയുടെ വരവ്. അങ്ങനെ അവർക്കെല്ലാം കൺഫ്യൂഷനാണ്. എന്നാലും അത് ആ സ്ത്രീ ആരായിരിക്കും എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ ഈച്ച പറഞ്ഞു, അതെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാന്ന് പറഞ്ഞു. എനിക്കറിയാം ആ സ്ത്രീ ആരാന്നുള്ള കാര്യം. അത് നിനക്കെങ്ങനെ അറിയാം എന്ന് സച്ചി ചോദിച്ചു. പിന്നെ എനിക്കറിയത്തില്ലാതിരിക്കുമോന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി ചോദിച്ചു, സത്യം പറയിച്ചേ ആരാ അത്, നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഈച്ചയുടെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം അവർക്കൊക്കെ ആകാംക്ഷ, ആരാ പണം കൊടുത്തെന്നുള്ള കാര്യം അറിയണമല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ വെറുതെ പുളുവടിക്കാതെ കാര്യം പറ, നിനക്കറിയാവുന്ന കാര്യമാണോ? ഞാൻ പറയാം, പക്ഷെ പേര് പറയാതെ തന്നെ നിനക്ക് ആളെ മനസ്സിലാക്കാനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ആക്ഷൻ രംഗം പറയാന്ന് പറഞ്ഞു. ആക്ഷൻ രംഗോ? അതെ, രണ്ടുപേരും പണം മോഷ്ടിച്ചുകൊണ്ട് ബൈക്കേ വരുമായിരുന്നു. ആ സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരാളങ്ങോട്ട് ചെന്നു. പിന്നെ ഒന്നും പറയണ്ട, നല്ല മർമ്മമാണ് പ്രയോഗിച്ചത്. കാരണം മർമ്മവിദ്യ പഠിച്ച ആളായിരുന്നു. ഒടുവില് അവർക്ക് തോറ്റോടേണ്ടി വന്നു പണസഞ്ചി ഇട്ടിട്ട്. ഒടുവില് അച്ചമ്മയുടേതായ ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ ഈച്ച പറഞ്ഞു കഴിയുമ്പോഴത്തേനും രേവതിയും സച്ചിയും പരസ്പരം നോക്കി. സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ല അച്ചമ്മയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കാരണം അച്ചമ്മയ്ക്ക് മർമ്മം അറിയാം. കൈ വെച്ചൊരു കുത്തു കൊടുത്തിട്ടുണ്ടെ അവന്മാര് പിന്നെ അവിടുന്ന് എഴുന്നേക്കത്ത് പോലുമില്ല. അച്ചമ്മ തന്നെ വിചാരിക്കണം എഴുന്നേക്കണമെങ്കിൽ. രേവതി പറഞ്ഞു, അത് ശരിയാണല്ലോ, അച്ചമ്മയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈച്ച പറഞ്ഞു, അതെ അച്ചമ്മ തന്നെ എങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ഒരു നിമിഷം സച്ചിൻ രേവതിയൊക്കെ ഞെട്ടിപ്പോയി. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. പണം മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് അച്ചമ്മ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കൂടെ ഈച്ച ഉണ്ടായിരുന്നു. അപ്പം ഈച്ചയാണ് അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ സംഭവം കാണുന്നത്. അങ്ങനെ ഒടുവിൽ അച്ചമ്മ അവന്മാരുടെ നിന്ന് പണം മേടിച്ചുകൊണ്ട് പൂക്കടക്കാരന് കൊടുക്കുകയോ ചെയ്തേ. അപ്പൊ ഈച്ചയോട് സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രേവതിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിന് കൊടുക്കാൻ പണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈച്ച ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചമ്മയും കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒടുവില് അച്ചമ്മയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് സച്ചിക്കും രേവതിക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചല്ലോ എന്നുള്ള ചിന്ത. പക്ഷെ ചന്ദ്രമതിക്കാണ് നല്ല അടി തന്നെ കിട്ടിയത്. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന. ചന്ദ്രമതിയുടെ വിചാരം എന്തായിരുന്നു, ഈ ഓർഡർ നഷ്ടപ്പെടും, ക്യാൻസലായി പോവും. അങ്ങനെ അവളുടെ അഹങ്കാരം തരും. അവൾക്കിനി ഒരു ഓർഡറും കിട്ടത്തില്ല. പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അഹങ്കാരം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് ഉയരങ്ങളിലേക്ക് എത്തിയ താൻ ഒന്നുമല്ലാതായി തീരും എന്നൊരു ചിന്തയൊക്കെയാണ് ചന്ദ്രയുടെ മനസ്സിൽ. പക്ഷെ അതിനൊക്കെ വലിയൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒടുവില് അച്ഛമ്മ ഒന്ന് രേവതിയെ സച്ചിയെ രക്ഷിക്കുന്നുണ്ട്. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.